നാളെ നമ്മൾ മണ്ടയ്ക്കിടാൻ വേണ്ടി പൊങ്കാല ഇടാൻ പോണം. അപ്പോഴേ അതിനും വേണ്ടി നമ്മൾ സാമ്പാറൊക്കെ വെച്ച് ഇഡലി സാമ്പാറും പിന്നെ ഒരു ഊണും ഒരുക്കിക്കൊണ്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്തിക്കുന്ന ശ്രീടമൺ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് വീഡിയോസ് കൂടെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നും എടുത്തില്ല, ഫുഡിന് മാത്രം എടുത്തോളാം. നമ്മൾ അരുവിക്കര ക്ഷേത്രം എത്തി കേട്ടോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അരുവിക്കര ദേവസ്വം. ഈയിടെ എന്തിണ്ടാ ഇങ്ങനെ ഒന്ന് കറങ്ങണ കൊള്ളാം കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ്. എൻ്റെ അമ്മ സത്യം ഞാൻ ഇവിടെ ആദ്യമാണ് സത്യം. നീ എന്തിനാ ഇങ്ങനെ നമ്മളെ ബാക്കി കിടന്ന് കറങ്ങണ? അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഇനിയൊരു വെള്ളം കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല തണുപ്പില്ലേ? ഇല്ല നല്ല തണുപ്പില്ലേ? നീ എന്ന് വന്നാ വരൂ, കൂടെ വരൂ. അടിപൊളി, രക്ഷയില്ല. നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പുണ്ട് ഇവിടെ, അടിപൊളി. അപ്പോഴേ മുണ്ടെടുത്തോണ്ട് ഒരാളായിരുന്നു, വലിയ ഗമയിൽ പാൻറ്റും എടുത്തിട്ടുണ്ടോന്ന്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. പറ ബിനു, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ചെറുക്കനെ കണ്ട കടിക്കുമോ ചോദിച്ചാ. കടിക്കുമോ? വറ്റാക്കി ആണാണോ പെണ്ണാണ്? ഇല്ല ഡേ സെറ്റിടാ മൈ കൈ ശിണ്ടരി. ഭയങ്കര സ്നേഹം നീ. വാ, ഒന്നുമില്ല, വന്നു കഴിഞ്ഞാൽ 2 ഇഡലി തരാം. സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, അന്യായം. ആ സൗണ്ടും ഇനിയും തോന്നി ഞാൻ പറയാം. എനിക്ക് ഇത്ര വർണ്ണിക്കാൻ അറിയാവൂ. ഡാമും പിന്നെ ആണ്ട സുന്ദരി കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡ് വന്നപ്പോഴോ അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഇതിന് എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കിടിലൊരു വഴി. നമ്മളെ പിന്നെ അങ്ങോട്ടൊന്നും ഈ വഴിയില്ല കേട്ടോ. പക്ഷേ ഇത് മറ്റേ അമ്പലത്തിൻ്റെ വഴി, ഇത് കണ്ട ആ വഴി അടിപൊളി, ഭയങ്കര വിഷയമല്ലേ അത്. ഓക്കെ, നിന്നെ ഞാൻ എൻ്റെ അടുത്ത കണ്ടന്റ് ചേർക്കൂടാ. കണ്ടന്റല്ല കണ്ടന്റിൽ രക്ഷയില്ല, അടിപൊളി. എവിടെ അത് വെച്ചേരാ, ഇത് വെച്ചേരാ. എനിക്കില്ലേ തലയ്ക്ക് ഒഴിഞ്ഞിട്. 3 തവണ മാറുമക്കളെ. ഒന്ന് ദൂരെ അറിയണോ? അങ്ങോട്ട് ഇട്ടോട്. ഇനി ഇട്. പോണ്ടേടാ. നെയ്യാർ ഡാം എത്തി കേട്ടോ. നെയ്യാർ ഡാം, ഇനി നെയ്യാർ ഡാമിലോട്ടാണ് പോകുന്നത്. ഇത് പോകുന്നില്ല. അയ്യോ, നമ്മുടെ വിവരണം. ഇനി അമ്മ കാപ്പി പിടിക്കാം അല്ലേ? അമ്മ കാപ്പി പിടിക്കാം. ഇഡലിയും ഇവ ആരുടെ ഇങ്ങനെ ഇടന്ന് കറങ്ങി വരണം. ഒരു ലോകം എടുക്കാൻ അമ്മയ്ക്കലും. നമ്മള് കാപ്പി പിടിക്കാൻ ഇറങ്ങി. നല്ല ഇഡ്ഡലി സാമ്പാറും ഉണ്ട്. അപ്പം അതും കഴിച്ചിട്ടിനി എത്തിയതാ. ഇതാണ് ബുക്കാറ ചിന്നക്കുട്ടി. അപ്പം ഫുഡ് കഴിക്കാൻ മതി. അവിടെ ഇരിക്കാം. സൂപ്പർ. എല്ലാവരും ഇഡ്ഡലിയാണ് കേട്ടോ. ഫുൾ ഇഡ്ഡലി. ഇത്രയൊന്നും ഒഴിക്കണ്ട അമ്മ. നമ്മളിപ്പോ എവിടെ എത്തി? ബസ് സ്റ്റാൻഡിലാ? എന്തിനെന്റെ വില ഇങ്ങനെ കളയിക്കുന്നു? ആറ്റിയ ബസ് സ്റ്റാൻഡ്. ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങളെ ലവറെ വിളിച്ചിട്ട് മറ്റേ ലവണ്ടല്ലോടാ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയുടെ പറയത്തിന്
അമ്മ ഞാൻ ഒരു ലവറിനെ ഒളിച്ചോടിയതാ ആ സെറ്റപ്പ് ഒന്നും അറിയാൻ നിഷ്കളങ്കത ഐ ലവ് നെയ്യാർ സെറ്റ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട് കേട്ടോ നെയ്യാർ ഡാം അങ്ങനെ എന്ത് മര്യാദക്ക് ഞാൻ പറയാ താഴേക്കാന്ന് കേട്ടാ ലൈനുണ്ടോ അവിടെ കുളിക്കാ കണ്ണ് മാറ്റാ അങ്ങോട്ട് വെയില് കേട്ടാ പറയാതിരിക്കാൻ പോയി അന്യായ വെയില് കിട്ടില്ല നമ്മളാദ്യമായിട്ടാണ് ഞാനും എൻ്റെ അമ്മച്ചി അല്ല അമ്മച്ചി ബാ കറക്കട്ട് ബാ തിരിഞ്ഞിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വാ സീരിയസ് ആയിട്ടില്ലേ ഭയങ്കര വെയില് പിന്നെ നമ്മള് തൊഴിലുറപ്പിന് നമ്മൾ പ്ലംബിങ്ങിന് നമ്മൾ വെയിലില്ല അവിടെ പിന്നെ ആസി വെച്ചാണ് പണിയാണ് തട്ടി മാറിക്കോണം അങ്ങ് ആണ് എൻ്റെ അനിയെ ഇതെൻ്റെ ചിറ്റ എന്താ ചിറ്റ ദുബായിലായിരുന്നു നാട്ടിൽ നിന്ന് വന്നാ ഇവ എഞ്ചിനീയർ ആണ് കേട്ടോ അവേ അപ്പൊ നമ്മിന് ബാക്കിയുള്ള കാഴ്ച കാണാം എൻ്റെ യാത്രകളിൽ എപ്പോഴും ഞാൻ തനിച്ചായിരിക്കും പിന്നെ ആ വണ്ടിക്കകത്തൊരു 45 പേരും അല്ലടാ എപ്പോഴും ഞാൻ തനിച്ചായിരിക്കും പറഞ്ഞാലും അമ്മ മടലും വെട്ടി ഞാനൊരു മോട്ടിവേഷൻ പറയാൻ വന്നില്ല പക്ഷെ മറന്നുപോയി അടുത്ത എവിടെയെങ്കിലും എത്തട്ടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ഉറക്കമായിരുന്നു ഞാൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി വരുമ്പോൾ ഞാൻ ബുക്കാറോ ചുന്നിക്കുട്ടി പിന്നെയും ഏതോ ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാനാണ് പക്ഷെ അമ്മ ചോറ കൊണ്ടുവന്ന് പിന്നെയാണ് മനസ്സിലായ അടുത്ത അമ്പലം എത്തി അതാണ് തിരുവട്ടാറല്ല അത് അമ്പലത്തിൽ കയറാൻ പറ്റുമോ ഇപ്പോൾ സമയത്ത് നല്ല വെയിലുണ്ട് കേട്ടോ എന്തോക്കളാ അവിടെ തൊഴുതിറങ്ങി കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റൂല ക്യാമറ നല്ലോടല്ല അപ്പം അവിടെ തൊഴുത് ഇറങ്ങി പിന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ തൊപ്പിയും വെച്ചാണ് അമ്പലത്തിൽ കയറിയെന്ന് തൊപ്പിയൊക്കെ എടുത്തിട്ടാണ് അമ്പലത്തിൽ കയറി തൊഴുത് ഇപ്പോൾ ക്യാമറമാൻ്റെ കൂടൊപ്പം സുരേഷ് ചെട്ടികുളങ്ങര അല്ലേ സുരേഷ് ചെട്ടികുളങ്ങര അപ്പം നമ്മൾ മണ്ടയ്ക്കാടെത്തി പിന്നെ ഇവിടുന്ന് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകണുള്ളൂ മണ്ടയ്ക്കാട് അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി പൊങ്ക ചീർക്കൈ പൊട്ടിപ്പോയമ്മ പൊട്ടിപ്പോയി നൂത്താണ് പയ്യെ നൂത്താണ് ചോറ് മാത്രമേ ഉള്ളൂ വാവ് ഉരുളൻകിഴങ്ങ് സാമ്പാറാണ് സെറ്റ് കേട്ടോ മുട്ടക്കോസ് വീഴുക്ക് സാമ്പാറും ചോറ് സെറ്റോ സോയാബീൻ ഉണ്ട് കേട്ടോ അങ്ങനെ മാങ്ങാച്ചാറ് സോയാബീൻ മുട്ടക്കോസ് അമ്മ മുട്ടക്കോസ് ബ്ലറായപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടുക കഴിയുക സൂപ്പർ നല്ല കയ്പ ഞാൻ ആരും കണ്ടില്ല സൂപ്പർ മുളക് വറുത്തത് മാങ്ങാച്ചാറ് എടുത്തോ പിന്നെ ഊണ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് നടക്കണം കേട്ടോ അപ്പം അമ്മയൊക്കെ ആട്ടോ വിളിച്ച് പോയി അപ്പോൾ ഞാനും സരസപ്പനും മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരം കൊണ്ട് നടക്കാൻ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് ഞാൻ ആദ്യത്തെ രണ്ടാമത്തെ തവണ തന്നെയാണ് പോകണമെന്ന് തോന്നുന്നു ആദ്യത്തേക്ക് എനിക്ക് തോന്നുന്നു കുറേ നാളുക്കും കേട്ടോ അതിൽ ചെറിയൊരു സ്റ്റോറി ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കാം എവിടെയുണ്ട് ഐസ്ക്രീം എവിടെ ഉണ്ട് ആ അങ്ങനെ നമ്മൾ മണ്ടയ്ക്കാട് ബീച്ച് തേങ്ങ നനയ്ക്കണം തേങ്ങ മേടിച്ചോ ഓക്കെ കടലിൽ നനച്ചിട്ടുണ്ട്
സൂരജ് നമ്മള് കന്യാകുമാരി എത്തിയേട്ടാ. ഹേയ് മമ്മി അമ്മച്ചേ, രക്ഷയില്ല, കിട്ടില്ല, നല്ല വൈബ്. എന്തിടാ നമ്മളെവിടെ എത്തിയടാ? കന്യാകുമാരി എത്തി ഗൈസ്. ആ പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി കിട്ടില്ല ഒരു പടല്ലേ അല്ലേ അമ്മ അല്ലേ? നമ്മൾ അവിടെ നിന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഇത് വേറെ റെക്കോർഡാണ്. പക്ഷെ ലൈവ് പെർഫോമൻസ് അണ്ണ ഒരു രക്ഷയില്ല. അണ്ണനും ആ ചേച്ചി, അതിൻ്റെ അപ്പുറത്ത് വേറെ ചേച്ചി ഇതുകൊണ്ട് എങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. സത്യം കഴിഞ്ഞിരുന്ന് ഞാൻ കമ്പം കളയായിരുന്നു.